നമ്മള് എല്ലാ പലഹാരവും ഒക്കെ പങ്കുവെച്ച് വൈകിട്ട് 9ാം മാസത്തെ കൊഴലപ്പം, അച്ചപ്പം, പിന്നെ അവരെ മെയിനാണെന്ന് എന്ത് 9ാം മാസത്തില് ഈ നെയ്യപ്പം, പപ്പടവടയും നിർബന്ധമാണ്. പപ്പടവട എന്ത് ഇതാ ടയർഡായി നിൽക്കുന്ന സേതുവേട്ടൻ എന്താ ഇഞ്ചിക്കറി വേണം. ഇഞ്ചി ചേച്ചി ഇതൊന്നൊരു വീഡിയോ എടുത്തോട്ടെ. ദീപ ചേച്ചിയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടുമോ? അതെ. ഹലോ, ഞങ്ങളിന്ന് എല്ലാരും കൂടെ ഒരു 7ാം മാസം ചടങ്ങിന് പോകേണ്ടത് എന്റെ ഏറ്റവും അടുത്തൊരു ബന്ധുവിന്റെ. ഓക്കെ, ഞങ്ങളെല്ലാരും കൂടി ഒരു 7ാം മാസം കാണാൻ വേണ്ടി പോവാണ് കേട്ടാ. അപ്പൊ ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാണ്. വീട്ടില് എല്ലാരും വന്നിട്ടുണ്ടാവും, ചേച്ചിയൊക്കെ എത്തിയിട്ടുണ്ടാവും. അപ്പൊ ഞങ്ങള് അങ്ങോട്ട് പോവാണ്. അത് എല്ലാരും റെഡി ആയിട്ടുണ്ട്. എന്റെ പുതിയ സാരിയാണ്. സേതുന്റെ ഔട്ട്ഫിറ്റ് ഒക്കെ ഇന്നലെ നമ്മള് ബ്രോണിന്ന് മേടിച്ചത്. അതാലും ബാക്കിലുണ്ട് കേട്ടാ. അപ്പൊ ഓക്കെ, അവിടെ ചെന്നിട്ട് വേണം. ബൈ. അമ്മയും കേറിയിട്ടുണ്ട്. പിന്നെ 2 വണ്ടി ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഗുഡ് മോർണിംഗ് ഉണ്ട്. നല്ല ഭംഗിയുണ്ട് വെച്ചിന് മുടി ഇങ്ങനെ ഇട്ടിട്ട് നല്ല ഇഷ്ടപ്പെട്ട. ചെടി ഇപ്പഴാ ചക്ക എന്തായാലും എടുക്കും. മണം അറിയാം അല്ലേ? പിന്നെ വന്നിട്ട് തുറന്നുകൊണ്ടിരിക്കും. എന്റെ അമ്മായിനെ കാണാനില്ലല്ലോ, ഭയങ്കര ഫോൺ വിളിയാ. ഇതെന്താണ് വണ്ടിയിൽ വെച്ചോ? അമ്മായി, ഞാൻ എങ്ങനെയുണ്ട്? എന്റെ സാരി എങ്ങനെയുണ്ട്? പെർമിഷൻ തന്നേക്കണേന്ന്. വീഡിയോ എത്ര വേണേലും എടുത്തോ അല്ലേ? എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ചെറിയ പ്ലേറ്റ് കണ്ടുപിടിച്ചു. ഇതൊന്നും വെച്ചില്ല. ആക്ച്വലി എല്ലാരും റെഡും ചുമപ്പുവാ. മുന്നേ എടുത്ത് വണ്ടിയിലോട്ടൊന്ന് വെച്ചാൽ മാത്രമേ എടുത്തില്ലേ? അതൊക്കെ എടുത്തായിരുന്നു ഓൾറെഡി. അവനിക്ക് നല്ലപോലെ ഇടണേ. അവന് കയ്യിലിട്ട് അവിടെ ഇരിക്കും. ഇവിടെ രണ്ട് വള കൂടിയില്ല. അപ്പൊ ഇഷ്ടപ്പെട്ടു. ഫുള്ളായിട്ട് അതെ, ആ പേരിന് കൊടുത്താൽ അമ്മേ അത്ര ഉള്ള കാര്യം. ശരിയാ.
ചിറ്റപ്പൻ അവിടെ ഇരുന്നേറ്റ് ചിറ്റി ഇരുന്നേറ്റ് നിങ്ങൾക്കൊന്നും ഇരുന്നേറ്റ മധുരം കൊടുത്തിട്ടല്ലോ എല്ലാം വേണ്ട അവിടെ ഇരി ഇവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട് കുറച്ച് രേഖയുടെ അടുത്തേക്ക് ഇരിക്കും. വേറെ എന്ത് പറഞ്ഞാലും വളകളായിരുന്നു ഇതിന് മഞ്ഞളല്ലേ വായി പോയോണ്ടൊക്കെ പറ്റിയില്ല കുറച്ച് അതുപോലെ മറ്റേത് അങ്ങനെ കൊടുത്താൽ മതി ഇച്ചിരി ശകലം കടിച്ചാൽ മതി. ഓക്കെ. അങ്ങനെയൊക്കെ ഡെക്കറേഷന്റെ മെയിൻ ആള്. അപ്പൊ വലിയ കുറെ തേച്ചോ എന്തൊക്കെ പണിയാ എല്ലാ ഭാര്യമാരും ഭർത്താക്കന്മാരോട് പറഞ്ഞ് തൊട്ടാ മതി എല്ലാരും ബാലൻസ് ഉണ്ണിക്കൊണ്ടിനെ ചോദിച്ചിട്ട് കേട്ടാ അതൊപ്പ വിളമ്പുക. അച്ഛനെ എല്ലിട്ട് വരുന്നു പറഞ്ഞു. ഒരു മണിക്ക് 8 മിനിറ്റ്. It's good, really good. ഞാനിതിൽ വീഡിയോ എടുക്കാം. ആരൊക്കെ എന്തൊക്കെ കഴിച്ചില്ല എനിക്ക് കൊണ്ടുവരാം. ആ വേണ്ടെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞോട്ടെ. സാമ്പാർ വേണ്ട അടുത്തല്ലേല്. അമ്മായിക്ക് കുറെ ഒഴിച്ചോന്ന്. കണ്ടോ ഹലോ. അപ്പൊ ദേ ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടാ. എന്റെ സിസ്റ്ററിന്റെ 9ാം മാസം ചടങ്ങാണ്. അപ്പൊ അങ്ങോട്ട് പോവാൻ പോവാണ് കേട്ടാ. ഇനി അവിടത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറ്റുമോന്നറിയില്ല. ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ശ്രമിക്കാം. അപ്പൊ ലച്ചുവിന്റെ പുതിയ ഡ്രസ്സാണ്. കാണാൻ പറ്റണ്ടെന്നറിയില്ല. അവിടെ ചെന്നിട്ട് നമുക്ക് സേതുണ്ട് പുതിയതാണ് കേട്ടാ. നമ്മുടെ സദ്യയൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടാ. എല്ലാരും എത്തിക്കഴിഞ്ഞു. നല്ല മഴയും ഉണ്ട്. കുറച്ചു പേർക്ക് അധികം ഇരിക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ആക്കി എടുത്തിട്ടാ. നമ്മുടെ വീടിന്റെ മോളിൽ തന്നെ ഉണ്ട് സെറ്റ് ചെയ്തേക്കണം. മനീഷേട്ടൻ എല്ലാം അറേഞ്ച് ചെയ്തോണ്ടിരിക്കുകയാണ്. സേതുണ്ണും അച്ഛനൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബറാണ് കേട്ടാ അശോകമ്മാമൻ. മുടങ്ങാതെ വീഡിയോ ഒക്കെ കാണും. ഭയങ്കര തിരക്കിലാണ് എല്ലാവരും.
അതെ. അപ്പൊ ഇലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. എല്ലാരും വന്നിട്ട് എല്ലാരും താഴെയുണ്ട്. വന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓരോ കറികളൊക്കെ വിളമ്പുള്ളൂ. അപ്പൊ എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കണേ കേട്ടാ. നേരത്തെ വന്നായിരുന്നു കേട്ടാ ഫുഡൊക്കെ. ഞങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് മുകളിൽ എത്തിച്ച് കേട്ടാ. ഇങ്ങനെയാണ് നമ്മൾ ഇരിക്കണത്. പിന്നെ നമുക്ക് 2 കൂട്ടം പായസമുണ്ട്, പരിപ്പുണ്ട്, പാലടയുണ്ട്. ഇനി നമുക്ക് അപ്പൊ കാണാം. ഞങ്ങളുടെ അമ്മായി ഭയങ്കര തകൃതിയായിട്ട് ഹെൽപ്പ് ചെയ്തോണ്ടിരിക്കണേ. ചേച്ചി അമ്മായി ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തോണ്ടിരിക്കുന്നത് കണ്ടാ. ഇതാണ് നമ്മുടെ കുമാരി അമ്മായി. അമ്മായി ഹായ്. പേര് കണ്ട വിളമ്പളെ നമുക്ക് വേറൊരാളും കൂടി വന്നിട്ടുണ്ട്. അച്ഛൻ പുളിയഞ്ചി വിളമ്പാൻ പോവാണ്. ഇനി അച്ചാറ് അച്ഛന് കൊടുത്തേര്. അച്ഛൻ അച്ചാറ് തകൃതിയായിട്ടാണ് കേട്ടോ വിളമ്പണം എല്ലാരും. ഓക്കെ. ടയർഡായി നിൽക്കുന്ന സേതുവേട്ടൻ എന്താ ഇഞ്ചിക്കറി വിളമ്പിട്ട് ഇഞ്ചിക്കറി വിളമ്പിട്ട് ടയർഡ്. എല്ലാരും വരുന്നുണ്ട് കേട്ടാ. അച്ഛനും ഇരുന്നോട്ടെ അച്ഛാ. ആ അച്ഛനും ഫസ്റ്റ്. ചേച്ചി എങ്ങനെയുണ്ട് സദ്യ? ഹേമു എങ്ങനെയുണ്ട്? വെച്ചിക്കുട്ട കുഞ്ഞി ഇഷ്ടപ്പെട്ട? ഓ പായസത്തിന് വേണ്ടി വെയിറ്റിംഗ് ആയിരിക്കും അല്ലേ ആദിക്കുട്ട? മോൻ കഴിച്ചോ? ചേച്ചി ഇതൊന്നൊരു വീഡിയോ എടുത്തോട്ടെ. ദീപ ചേച്ചിയൊക്കെ പോയി കഴിഞ്ഞാ പിന്നെ കിട്ടുമോ? പലഹാരം ഉണ്ട് അവര് കൊണ്ടുവന്നത്. ലഡു, ജിലേബി, അലുവ, പിന്നെന്തൊക്കെയുണ്ടമ്മായി? നെയ്യപ്പം. പ്രീത ചേച്ചി നെയ്യപ്പം പിടിച്ചിങ്ങനെ നിൽക്കുക. പിന്നെ നമുക്ക് 9ാം മാസത്തെ കൊഴലപ്പം, അച്ചപ്പം. പിന്നെ അവരെ മെയിനാണെന്ന് എന്ത് 9ാം മാസത്തില് ഈ നെയ്യപ്പം പപ്പടവടയും നിർബന്ധമാണ്. പപ്പടവട ഇതാണ് കേട്ടോ 9ാം മാസത്തിലെ പലഹാരം. നമുക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഞങ്ങളെല്ലാം ഒന്ന് പാക്ക് ചെയ്യട്ടെ. വാഴക്കൊല. ചേച്ചി വാഴക്കൊല നോക്കിയിരിക്കാണ്. ചേച്ചി എടുത്ത് പക്ഷേ കേട്ടോ നമ്മള് എല്ലാ പലഹാരമൊക്കെ പങ്കുവെച്ച് ഭയങ്കര മഴയും കാറ്റും കുഞ്ഞി പലഹാരം ഇട്ട് പോവാൻ എല്ലാം മറന്നുപോയില്ലേ ചേച്ചി. ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ഞങ്ങളിതേ കുറച്ച് കറികളൊക്കെ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒഴിപ്പിക്കുന്നതാ. എല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്ക കറികളൊക്കെ നമുക്ക് കൊണ്ടുപോവാനും. ഞാനും കൊറേ കുറച്ച് പായസവും അതേ കൊലയൊക്കെ നോക്കിയേ. കൊലയൊക്കെ തീർന്നതാ. ഇത്രേ ഉള്ളൂ കേട്ടാ. എനിക്ക് സമയം കിട്ടിയില്ല. എനിക്ക് എല്ലാം കൂടി എല്ലാരും ഒക്കെ പോവാൻ ഭയങ്കര തിരക്കിലായിരുന്നു. അപ്പൊ എല്ലാവർക്കും നമ്മൾ ഡിവൈഡ് ചെയ്തൊക്കെ കൊടുക്കണ്ടേ. അതിന്റെയൊക്കെ തിരക്കിലായിരുന്നു. അപ്പൊ കൊറേ വിട്ടുപോയി. ഞങ്ങളെല്ലാം ഉണ്ടാക്കി. ഇനി പാത്രം ഒന്നും കഴുകണ്ട, അവരങ്ങനെ വന്ന് കൊണ്ടുപോയിക്കോളും. നമ്മുടെ ക്ലൈമറ്റ് ആണ് കേട്ടാ. മഴയാണ്. രാവിലെ തൊട്ടുള്ള മഴയാണ് കേട്ടാ. നല്ല അതുകൊണ്ട് തണുപ്പുണ്ട്. ദീപ ചേച്ചിയായിരുന്നു കേട്ടാ മെയിൻ. എല്ലാവർക്കും പലഹാരമൊക്കെ ഡിവൈഡ് ചെയ്തൊക്കെ കൊടുത്ത്. ദീപ ചേച്ചിക്കും വേഗം പോണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ വേഗം എല്ലാം തീർക്കായിരുന്നു. അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മൾ പരിപാടി എല്ലാം കഴിഞ്ഞ് മടങ്ങി പോവാണ്. മടങ്ങാണ്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. പിന്നെ അങ്ങനെയൊക്കെയുള്ള ഭാഷയുണ്ട്. മടങ്ങ ഒന്ന് പോ എന്ന് താൻ പറ. അപ്പൊ നമ്മള് മടങ്ങി പോവാണ്. അങ്ങനെ തന്നെ പറയും.
ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നിസ്സാരം ബൈ അയ്യര. ബൈ. ദീപി ചേച്ചിയൊക്കെ പോണു കുഞ്ഞേ.